വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 2025-26 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് എക്സാമിന്റെ സ്റ്റേറ്റ്മെന്റ്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്, അതിന് താഴെ കുറച്ച് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതായത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണെന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. അക്വസ് സൊല്യൂഷൻ ഓഫ് കാൽസ്യം ഓക്സൈഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. കാൽസ്യം ഓക്സൈഡിന്റെ അക്വസ് സൊല്യൂഷനിൽ ബ്ലൂ ലിറ്റ്മസ് ഇടുമ്പോൾ അതെന്തായിട്ട് മാറും? റെഡ് ആയി മാറും എന്നാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. സെക്കൻഡ് വൺ, അക്വസ് സൊല്യൂഷൻ ഓഫ് കാൽസ്യം ഓക്സൈഡ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ. റെഡ് ലിറ്റ്മസ് ഇടുമ്പോൾ ബ്ലൂ ആയി മാറുമെന്നും. മൂന്നാമത്തെ തന്നിരിക്കുന്നത് മെറ്റൽ ഓക്സൈഡ്സ് ആർ ജനറലി ആസിഡിക് ഇൻ നേച്ചർ. മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് അസിഡിക് നേച്ചർ ആണെന്നും. ഫോർത്ത് വൺ, മെറ്റൽ ഓക്സൈഡ്സ് ആർ ജനറലി ബേസിക് ഇൻ നേച്ചർ. മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് നേച്ചർ ആണെന്നാണ് തന്നിരിക്കുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദ സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്നതിൽ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് വൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് 3 ഈസ് ദ റീസൺ ഫോർ ഇറ്റ്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് കറക്റ്റും 3 എന്ന് പറയുന്നത് അതിന്റെ റീസൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഓപ്ഷൻ തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് ആൻഡ് 3 ഈസ് ദ റീസൺ ഫോർ ഇറ്റ്. 2 എന്ന് പറയുന്നത് കറക്റ്റും 3 എന്ന് പറയുന്നത് അതിന്റെ റീസൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സി തന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നും നാലാമത്തത് 4 ഈസ് ദ റീസൺ ഫോർ ഇറ്റ്. നാലാമത്തെ അതിന്റെ റീസൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്, സി ആണ്, ഓപ്ഷൻ സി ആണ് അപ്പോ കറക്റ്റ് ഉത്തരം. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അക്വസ് സൊല്യൂഷൻ ഓഫ് കാൽസ്യം ഓക്സൈഡ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ. കാൽസ്യം ഓക്സൈഡിന്റെ അക്വസ് സൊല്യൂഷനിൽ റെഡ് ലിറ്റ്മസ് ഇടുമ്പോൾ അത് ബ്ലൂ ആയിട്ട് മാറും. അപ്പൊ സ്വാഭാവികമായിട്ടും മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് എന്ത് നേച്ചർ ആണ്? ബേസിക് ഇൻ നേച്ചർ. ബേസിക് നേച്ചർ ആണ്. അപ്പൊ നാലാമത്തെയാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ സി ആണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് രണ്ട് കോളംസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ സോഫ്റ്റ് മെറ്റല്, മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റല്, നെക്സ്റ്റ് മെറ്റൽ വിച്ച് മെൽറ്റ് ഇൻ ഹോട്ട് ഡേയ്സ്. ഇതിൽ സോഫ്റ്റ് മെറ്റൽ രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തേക്കുന്നത് സോഫ്റ്റ് മെറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? സോഡിയം ആണ്. എക്സ് എന്ന് പറയുന്നത് സോഡിയം ആണ്. എക്സ് എന്ന് പറയുന്നത് സോഡിയം ആണ്. മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ അടിച്ച് പല രീതിയിലെ ഷേപ്പിലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നത്. വൈ എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. സെഡ് എന്ന് പറയുന്നത് മെൽറ്റ് ഇൻ ഹോട്ട് ഡേയ്സ്. ഹോട്ട് ഡേയ്സിൽ മെൽറ്റ് ആവുന്ന മെറ്റൽ എന്ന് പറയുന്നത് ഗാലിയം ആണ്. സെഡ് എന്ന് പറയുന്നത് ഗാലിയം ആണ്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ സി ആണ്. എക്സ് എന്ന് പറയുന്നത് എസ് ആണ്, വൈ എന്ന് പറയുന്നത് ആർ ആണ്, നെക്സ്റ്റ് സെഡ് എന്ന് പറയുന്നത് പി ആണ്. അപ്പോ ഈ ഒരു ഭാഗത്ത് നിന്ന് നിറയെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കുക. മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 നമുക്ക് നോക്കാം. സം ഇൻസെക്ട് ക്യാൻ വോക്ക് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. എ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ മേക്ക് ഇറ്റ് പോസിബിൾ. വിച്ച് ഈസ് ദ പ്രോപ്പർട്ടി? ചില ഇൻസെക്റ്റിന് എന്താണ് വാട്ടറിന്റെ സർഫസിൽ കൂടെ വോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പ്രോപ്പർട്ടി ഇതെന്താണ്? വാട്ടർ എന്ത് പ്രോപ്പർട്ടിയാണ്? വാട്ടറിന്റെ ഇത് എന്ത് പ്രോപ്പർട്ടിയാണ് ഈ പറയുന്നത്? വിച്ച് ഈസ് ദ പ്രോപ്പർട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ബോയിലിംഗ് പോയിന്റ്, ബി സർഫസ് ടെൻഷൻ, സി ഹാർഡ്നെസ് ഓഫ് വാട്ടർ, ഡി ഹീറ്റ് കപ്പാസിറ്റി. ഏതാണ്? ബി സർഫസ് ടെൻഷൻ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സർഫസ് ടെൻഷൻ ആണ്. എന്താണ്? ഇൻസെക്റ്റിനൊക്കെ വാട്ടറിന്റെ മേലെ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്ത് വാട്ടറിന്റെ എന്ത് പ്രോപ്പർട്ടി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർഫസ് ടെൻഷൻ ആണ്. ഡിഫൈൻ ദിസ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് സർഫസ് ടെൻഷൻ എന്താണെന്ന് നിങ്ങളോട് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? ഡ്യൂ ടു മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ് എ ഫോഴ്സ് ആക്ട് ഓൺ ദ വാട്ടർ സർഫസ് മേക്കിംഗ് ഇറ്റ് സർഫസ് ഏരിയ as small as possible. It is called surface tension. എന്താണ്? ഒരു വാട്ടർ മോളിക്യൂൾസിന്റെ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ മൂലം, അതല്ലേ, വാട്ടർ മോളിക്യൂൾസിനിടയിൽ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ വരുമ്പോൾ, ഒരു ആകർഷണം വരുമ്പോൾ അവിടെ എന്ത് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്? വാട്ടറിന്റെ സർഫസിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതൊരു സർഫസ് ഏരിയ ആയിട്ട് മാറ്റാനുള്ള ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. Due to the mutual attraction between water molecules, a force acting on the
water surface, making its surface area as small as possible. It is called surface tension. അപ്പോൾ സർഫസ് ടെൻഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ മെറ്റൽ given below in the descending order of their electrical conductivity. താഴെ കുറച്ച് മെറ്റൽസ് തന്നിട്ടുണ്ട്, അതിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ, ചിലപ്പോൾ നിങ്ങൾ അസെൻഡിങ് ഓർഡർ ചോദിക്കാം അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ചോദിക്കാം. ഫോർ ദെയർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് അയൺ, ഗോൾഡ്, അലൂമിനിയം, സിൽവർ, കോപ്പർ. അയൺ, ഗോൾഡ്, അലൂമിനിയം, സിൽവർ, കോപ്പർ, ഇതാണ് തന്നിരിക്കുന്നത്. ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുന്ന അടിസ്ഥാനത്തിൽ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഏറ്റവും നോക്ക്, സിൽവർ, നെക്സ്റ്റ് ഏതാണ്, കോപ്പർ, ഗോൾഡ്, അലൂമിനിയം, അയൺ. അയൺ ആണ് എന്ത്, ഈ രീതിയിലാണ് ഡിസെൻഡിങ് ഓർഡറിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യേണ്ടത്. സിൽവർ, കോപ്പർ, ഗോൾഡ്, അലൂമിനിയം, അയൺ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ടർ അവൈലബിൾ ഇൻ സം റീജിയൻസ് ആർ ഹാർഡ് വാട്ടർ. ചില റീജിയൻസിൽ നിങ്ങൾക്കറിയാം വെള്ളം എന്താണ് ഹാർഡ് വാട്ടർ ആയിട്ടാണ് കിട്ടുന്നത്. അതായത് കുറച്ചുകൂടെ കട്ടി കൂടിയ നിലയിലായിരിക്കും വെള്ളത്തിന്റെ അവസ്ഥ, അതിന്റെ ഘാടത്വം കൂടുതലായിരിക്കും. അപ്പോൾ ഹാർഡ് വാട്ടർ ആയിട്ടാണ് ചില സ്ഥലത്ത് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ളത്. വാട്ട് ഈസ് ഹാർഡ് വാട്ടർ? എന്താണ് ഹാർഡ് വാട്ടർ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അല്ലേ? സോപ്പ് ഇട്ട് കലക്കിയ അതിന്റെ മേലെ എന്താ നന്നായി പതയുണ്ടാവില്ല അല്ലെ? സോപ്പ് കലങ്ങ് പോലും ഇല്ലാത്ത വാട്ടറുകളെയാണ് നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹാർഡ് വാട്ടർ എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഹാർഡ് വാട്ടർ എന്ന് പഠിക്കാം. വാട്ടർ ഇൻ വിച്ച് സോപ്പ് ഡസ് നോട്ട് ഫോം ഗുഡ് ലാദർ ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ. അല്ലെ? സോപ്പ് നന്നായി അതിനകത്ത് എന്ത് ചെയ്യില്ല, ലാദർ ചെയ്യില്ല, നല്ല അല്ലെ, നോട്ട് ഫോം ഗുഡ് ലാദർ ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ. വാട്ടർ ഇൻ വിച്ച് സോപ്പ് ഡസ് നോട്ട് ഫോം ഗുഡ് ലാദർ ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ. സോപ്പ് നന്നായി പതയില്ല അല്ലെ, അതിന് അങ്ങനെയുള്ള വെള്ളം കണ്ടാൽ നമുക്ക് അത് എന്ത് വെള്ളം എന്ന് പറയാം, ഹാർഡ് വാട്ടർ ആണെന്ന് പറയാം. അപ്പോൾ എന്താണ് ഹാർഡ് വാട്ടർ എന്ന് പഠിച്ചു വെക്കുക. രണ്ടാമത്തെ, ഹൗ ക്യാൻ യു റിമൂവ് ദ ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ? എങ്ങനെ വാട്ടറിന്റെ ഹാർഡ്നെസ് ടെമ്പററി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം? എങ്ങനെ റിമൂവ് ചെയ്യാം? ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. നിങ്ങൾക്ക് നന്നായി തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പരിധി വരെ എന്ത് ചെയ്യാം, ഹാർഡ്നെസ് ടെമ്പററി ആയിട്ട് റിമൂവ് ചെയ്യാം. ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. ബോയിലിംഗ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും, ടെമ്പററി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോപ്പ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അല്ലെ? വാട്ടറിൽ സോപ്പ് ഡിസോൾവ്ഡ് അലിയും ഇല്ലേ? എ ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ഈസ് നോട്ടീസ് ടു ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ? എന്ത് ചേഞ്ച് ആയിരിക്കും അതിന്റെ വാട്ടറിന്റെ സർഫസ് ടെൻഷനിൽ ഉണ്ടായിട്ടുണ്ടാവുക? നോട്ടീസ് ചേഞ്ച്, എന്ത് ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക? സർഫസ് ടെൻഷന് എന്ത് ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക? എന്തായിരിക്കും? സർഫസ് ടെൻഷൻ ഡിക്രീസ്ഡ്. സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും, കുറയും. ഹൗ ഈസ് ഇറ്റ് ആപ്ലിക്കബിൾ ഇൻ വാഷിംഗ് ക്ലോത്ത്? എങ്ങനെയാണ് ഇത് വാഷിംഗ് ക്ലോത്ത്സിൽ ആപ്ലിക്കബിൾ ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? as the surface tension decreased, water can wet the cloth well and remove dirt effectively. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ക്ലോത്ത് നന്നായി അല്ലെ, സർഫസ് ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, വാട്ടറിന്റെ സർഫസ് ടെൻഷൻ കുറച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ക്ലോത്ത്സ് വെറ്റ് ആവും. can wet the cloth well and remove dirt effectively. അപ്പൊ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ആയിരിക്കുന്ന ഡേർട്ട് ആയിട്ടുള്ള എല്ലാ സാധനത്തിനെയും പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. can wet the cloth well and remove dirt effectively. ഇങ്ങനെയാണ് ക്ലോത്ത്, വാഷിംഗ് ക്ലോത്തിനെ അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, സോഡ വാട്ടർ ഈസ് മെയ്ഡ് ബൈ ഡിസോൾവിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ. സോഡ വാട്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നേച്ചർ ഓഫ് സോഡ വാട്ടർ ഈസ്, സോഡ വാട്ടറിന്റെ നേച്ചർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ, നൺ ഓഫ് ദിസ്, ഇതൊന്നും അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ നേച്ചറാണ്? അസിഡിക് നേച്ചർ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ആഡ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, സോഡ വാട്ടർ ആയിട്ടും ആവുന്നത്. അപ്പം സോഡ വാട്ടറിന്റെ നേച്ചർ എന്ന് പറയുന്നത് അസിഡിക് നേച്ചർ ആണ്. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ആൻഡ് കെമിക്കൽ ഫോർമുല ഓഫ് പ്രോഡക്റ്റ് ഡിസൊല്യൂഷൻ ഓഫ് CO2 ഇൻ വാട്ടർ. എന്താണ്?
കാർബോണിക് ആസിഡ് എന്നാണ് അതിന്റെ പേര്. എന്താണ്? കാർബോണിക് ആസിഡ്. അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H2CO3 ആണ്. എന്താണ്? H2CO3 കാർബോണിക് ആസിഡ് ആണ്. സെവൻത് ക്വസ്റ്റ്യൻ, സൗണ്ട് ഓഫ് ബെൽ ഈസ് ബിക്കോസ് ദേ ആർ മെയ്ഡ് ഓഫ് മെറ്റൽ. ബെല്ലിന് സൗണ്ട് ഉണ്ടാവും. നമ്മൾ സ്കൂളിലൊക്കെ ബെല്ലടിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാറില്ലേ? ബെല്ലിന് സൗണ്ട് ഉണ്ടാവും അല്ലേ? അതിന് കാരണം അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മെറ്റൽ കൊണ്ടാണ്. നെയിം ദ മെറ്റാലിക് പ്രോപ്പർട്ടി. ആ മെറ്റാലിക് പ്രോപ്പർട്ടിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോണോറിറ്റി. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവുന്ന അതിന്റെ ആ പ്രോപ്പർട്ടിനെ പറയുന്ന മെറ്റലിന്റെ പ്രോപ്പർട്ടിനെ പറയുന്ന പേരെന്താണ്? സോണോറിറ്റി. എന്താണ് മക്കളെ? സോണോറിറ്റി. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 അതർ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ. മെറ്റലിന്റെ മറ്റു 3 പ്രോപ്പർട്ടീസ് ഏതെങ്കിലും എഴുതാനാണ്. എന്തൊക്കെയാണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിസിറ്റിനെ കടത്തിവിടാനുള്ള കഴിവ്. തെർമൽ കണ്ടക്ടിവിറ്റി, അല്ലെ, ഹീറ്റിനെ വിടാനുള്ള കഴിവ്. മെറ്റാലിക് ലസ്റ്റർ, തിളക്കം, അല്ലെ, മെറ്റാലിക് ലസ്റ്റർ എന്നുള്ള കഴിവ്. അപ്പൊ 3 പ്രോപ്പർട്ടി എഴുതാൻ മെറ്റലിന്റെ ഏതൊക്കെയാണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, മെറ്റാലിക് ലസ്റ്റർ. Next, 8th question. The following experiments are carried out in a solution of pH lower than 7. Give observation and its reason in which. തന്നിരിക്കുന്ന എക്സ്പെരിമെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? pH 7 താഴെയാണ്. റെഡ് ലിറ്റ്മസ് അല്ലേ? അപ്പോ pH 7 താഴെയുള്ള ഒരു സൊല്യൂഷന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് റെഡ് ലിറ്റ്മസ്, ഓപ്ഷൻ എ തന്നിരിക്കുന്നത് റെഡ് ലിറ്റ്മസ് ആൻഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പേഴ്സ് ആർ ഡിപ്ഡ്. തന്നിരിക്കുന്നത് റെഡ് ലിറ്റ്മസ് പേപ്പറും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും ആ pH 7 താഴെയുള്ള സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോൾ, മുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റെഡ് ലിറ്റ്മസിന് എന്താ സംഭവിക്കുന്നത്? ബ്ലൂ ലിറ്റ്മസിന് എന്താ സംഭവിക്കുന്നത്? ബി ക്വസ്റ്റ്യൻ തന്നെയാണ്. പുട്ട് സം പീസസ് ഓഫ് ക്ലീൻ മഗ്നീഷ്യം റിബൺ. കുറച്ച് മഗ്നീഷ്യം റിബൺ എന്ത് ചെയ്യണം? മഗ്നീഷ്യം റിബണിന്റെ പീസസ് അതിനകത്തേക്ക് ഇടുക. ഇത് രണ്ടാണ് തന്നിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ അതിൽ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്? pH 7 താഴെയുള്ള സൊല്യൂഷനിൽ ഈ രണ്ട് പരീക്ഷണങ്ങൾ ചെയ്തു കഴിയുമ്പോൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? അതിന്റെ റീസൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. അതിൽ എ എന്താണെന്ന് നമുക്ക് നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യന്റെ എയുടെ ഉത്തരം എന്താണ്? നോ കളർ ചേഞ്ച് ടു റെഡ് ലിറ്റ്മസ്. റെഡ് ലിറ്റ്മസിന് എന്തുണ്ടാവില്ല? കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ആ സൊല്യൂഷനിൽ pH 7 താഴെയുള്ളതിൽ റെഡ് ലിറ്റ്മസിൽ എന്തുണ്ടാവില്ല? കളർ ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. ബട്ട് ബ്ലൂ ലിറ്റ്മസ് ടേൺ റെഡ്. ബ്ലൂ ലിറ്റ്മസ് എന്തായിട്ട് മാറും? റെഡ് ആയിട്ട് മാറും. ബിക്കോസ് ദിസ് സൊല്യൂഷൻ ഈസ് അസിഡിക്. ആ സൊല്യൂഷൻ എന്ത് നേച്ചർ ആണ്? അസിഡിക് നേച്ചർ ആണ്. ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറും. ഇനി രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കുറച്ച് മഗ്നീഷ്യം കൊണ്ടുപോയി അതിനകത്തേക്ക് ഇടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പീസ് ഓഫ് മഗ്നീഷ്യം കൊണ്ട് ഇടുന്നതാണ്. അന്നേരം എന്താ സംഭവിക്കുന്നത്? ഗ്യാസ് ബബിൾസ് ആർ ഫോംഡ്. അവിടെ എന്തുണ്ടാവും? ബബിൾസ് അല്ലെ, ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യും. അസിഡിക് സൊല്യൂഷൻ റിയാക്ട് വിത്ത് മഗ്നീഷ്യം പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്. കാരണം എന്താണ്? നമ്മുടെ അസിഡിക് സൊല്യൂഷൻ എന്തായിട്ട് മഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്യും. മനസ്സിലായോ? അസിഡിക് നേച്ചർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ സൊല്യൂഷൻ അസിഡിക് നേച്ചർ ആണ്. അപ്പൊ ആ അസിഡിക് സൊല്യൂഷൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? മഗ്നീഷ്യവുമായി റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? അവിടെ ഗ്യാസ് ഫോം ചെയ്യും. ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. ആ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഗ്യാസ് ബബിൾസ് ആയിട്ട് അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്. ഇത് രണ്ടുമാണ് അതിൽ ഒബ്സർവ് ചെയ്യുന്നത്. അതിന്റെ ആൻസേഴ്സ്. നെക്സ്റ്റ് 8th ബി ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഫാർമേഴ്സ് ഓഫ്റ്റൻ ആസിഡ് സ്ലാക്ഡ് ലൈം ടു ദ സോയിൽ. വിച്ച് ഇസ് ദ കെമിക്കൽ ഇൻ സ്ലാക്ഡ് ലൈം? ഗിവ് ദ പർപ്പസ് ഓഫ് ആഡിങ് ഇറ്റ് ഇൻ ഓയിൽ. എന്താ പറഞ്ഞത്? ആ സ്ലാക്ഡ് ലൈംസ് എന്ത് ചെയ്യും? സോയിലില് ഫാർമേഴ്സ് ഇടാറുണ്ട് അല്ലെ? വിച്ച് ഈസ് ദ കെമിക്കൽസ് ഇൻ സ്ലാക്ഡ് ലൈം? ഗിവ് ദ പർപ്പസ് ഓഫ് ആഡിങ് ഇറ്റ് സോയിൽ. അത് സോയിലിൽ ആഡ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നിങ്ങൾ എന്തെന്നാ പറയാ? കുമ്മായം എന്നൊക്കെ പറയില്ലേ? ആ സംഭവമാണ് കേട്ടോ അത്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡഡ് ടു ഡിക്രീസ് ദ അസിഡിറ്റി ഓഫ് ദ സോയിൽ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ അത് എന്ത് സംഭവിക്കും? സോയിലിന്റെ അസിഡിറ്റിനെ ഡിക്രീസ് ചെയ്യും. സ്ലാക്ഡ് ലൈം ഈസ് ബേസ്. സ്ലാക്ഡ് ലൈം എന്ന് പറഞ്ഞത് എന്താണ്? ബേസ് ആണ്. ഇറ്റ് റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ന്യൂട്രലൈസ് ഇറ്റ്. ആ സ്ലാക്ഡ് ലൈം ആസിഡ് എന്താണ്? അത് ബേസ് ആണ്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും? റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ന്യൂട്രലൈസ് ഇറ്റ്. അത് ആസിഡുമായി റിയാക്ട് ചെയ്തിട്ട് അതിനെ ന്യൂട്രലൈസ്, ഇറ്റ് റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ന്യൂട്രലൈസ് ഇറ്റ്, ന്യൂട്രലൈസ് ചെയ്യും. അതാണ് തന്നിരിക്കുന്നത്. അപ്പോ
അതാണ് എയും ബിയുടെയും ആൻസർ, എയുടെയും ബിയുടെയും ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ വിച്ച് ഈസ് ദ കെമിക്കൽ ഇൻ സ്ലാക്ട് ലൈം ഗിവ് ദ പർപ്പസ് ഓഫ് ആഡിങ് ഇറ്റ് ഇൻ സോയിൽ, ഹൗ സ്ലാക്ട് ലൈം ആക്ട് ഇൻ സോയിൽ. ഇത് രണ്ടുമായിരുന്നു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നു. ഉത്തരം ഒന്നുകൂടി പറയാം. എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡഡ് ടു ഡിക്രീസ് ദ അസിഡിറ്റി ഓഫ് ദ സോയിൽ. രണ്ടാമത്തെ എന്താണ്? സ്ലാക്ട് ലൈം ഇൻ ഇസ് എ ബേസ്. സ്ലാക്ട് ലൈം എന്ന് പറയുന്നത് ബേസ് ആണ്. അത് ഇറ്റ് റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ന്യൂട്രലൈസ് ഇറ്റ്. അത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് അതിനെ ന്യൂട്രലൈസ് ആക്കിയിട്ട് മാറ്റും. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ടെസ്റ്റ് ഇൻ ഐഡന്റിഫൈങ് സോൾട്ട്. നമ്മുടെ സോൾട്ടിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ടെസ്റ്റിൽ ഒരു ഇമ്പോർട്ടന്റ് ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. വിച്ച് സോൾട്ട്സ് ആർ ഐഡന്റിഫൈഡ് ബൈ ബ്രൗൺ റിംഗ് ടെസ്റ്റ്? ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഉപയോഗിച്ച് ഏത് സോൾട്ട്സിനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സോൾട്ടിനെയാണ്? നൈട്രേറ്റ് സോൾട്ട്സിനെ. ഏത് സോൾട്ട്സിനെയാണ് മക്കളെ? നൈട്രേറ്റ് സോൾട്ട്സിനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിലെ ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ദിസ് എക്സ്പെരിമെന്റ് ഈസ് കണ്ടക്ടഡ്. ഈ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോൾട്ട് സൊല്യൂഷൻ ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്ത് എടുക്കണം? സോൾട്ട് സൊല്യൂഷൻ എടുക്കുക. ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് ആഡഡ് ടു ഇറ്റ് ആൻഡ് മിക്സ്ഡ് വെൽ. എന്താണ്? ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫെറസ് സൾഫേറ്റ് സൊല്യൂഷന് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ആഡ് കോൺസെൻട്രേറ്റഡ് H2SO4. അതിനകത്തേക്ക് കുറച്ച് കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യുക. സ്ലോലി ആൻഡ് കോൺഷ്യസ്ലി along the sides of the test tube a brown ring is appeared the surface of the separation of solution and acid. എന്താണ്? അപ്പൊ ഒരു ബ്രൗൺ റിങ് എവിടെ? അതിന്റെ സർഫസ് ഓഫ് സെപ്പറേഷന്റെ ഭാഗത്ത് എന്ത് ചെയ്യും? ബ്രൗൺ റിങ് അപ്പിയർ ചെയ്യും. അതാണ്, അങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്യേണ്ടത്. Okay, next 10th question. Identical iron nails are taken in 3 test tube. എന്താണ്? ഒരേപോലെയുള്ള അയൺ നെയിൽസ് 3 ടെസ്റ്റ് ട്യൂബുകളിൽ ഇട്ടിട്ടുണ്ട്. ആദ്യത്തേത് പ്യുവർ വാട്ടറിലാണ് ഇട്ടിരിക്കുന്നത്. രണ്ടാമത്തെ സോൾട്ട് സൊല്യൂഷനിലാണ്. 3 അൺഹൈഡ്രസ് ക്വിക്ക് ലൈമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് അയൺ റസ്റ്റ് ഫാസ്റ്റ്? ഏതിലാണ് അയൺ റസ്റ്റ് തന്നെ റസ്റ്റ് ചെയ്യുന്നത്, ഫാസ്റ്റ് ആയിട്ട് റസ്റ്റ് ചെയ്യുന്നത് ഏത് ടെസ്റ്റ് ട്യൂബിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ഇറ്റ് കൊറോഡ് സ്ലോലി ഓർ ഈവൻ നോട്ട് റസ്റ്റ്? കൊറോഡ് സ്ലോലി കൊറോഡ് ചെയ്യുന്നത് ഏതിലാണ്, അല്ലെങ്കിൽ റസ്റ്റ് ചെയ്യാത്ത ഏതിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, ഗീവ് റീസൺ ഫോർ ഈച്ച്. അതിന് ഓരോന്നിനും റീസൺ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. മൂന്ന് സാധനങ്ങളാണ് തന്നിരിക്കുന്നത്. അയൺ ഫസ്റ്റ് നമ്മുടെ നോർമൽ ഇതിലിടുമ്പോൾ അയൺ നെയിലിൻ ടെസ്റ്റ് ട്യൂബ് 2 റസ്റ്റ് ഫാസ്റ്റ്ലി. അയൺ നെയിൽ ടെസ്റ്റ് ട്യൂബ് 2-ലായിരിക്കും, അതായത് സോൾട്ട് വാട്ടറിൽ ഇടുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫാസ്റ്റ് ആയിട്ട് റസ്റ്റ് ചെയ്യുന്നത്. അയൺ നെയിൽ ഈസ് ടെസ്റ്റ് ട്യൂബ് 3 കൊറോഡ് വെരി സ്ലോലി. കൊറോഡ് സ്ലോ ആയിട്ട് സംഭവിക്കുന്നത് 3-ാമത്തേലായിരിക്കും. കൊറോഡ് വെരി സ്ലോലി 3-ാമത്തെ ടെസ്റ്റ് ട്യൂബിലായിരിക്കും. ഫാസ്റ്റ് ആയിട്ട് റസ്റ്റ് ചെയ്യുന്നത് സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിലായിരിക്കും ഫാസ്റ്റ് ആയിട്ട് റസ്റ്റ് ചെയ്യുക. ബി, അതിന് റീസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. സലൈൻ വാട്ടർ മേക്ക് റസ്റ്റിംഗ് ഓഫ് അയൺ സ്പീഡി. അയണിനെ പെട്ടെന്ന് തന്നെ റസ്റ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കും? സലൈൻ വാട്ടറിന് സാധിക്കും. As the third test tube has no water content, it undergo corrosion very slow. 3-ാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താണ്? വാട്ടർ കണ്ടന്റ് കുറവാണ്. it undergo corrosion very slow. അതുകൊണ്ട് തന്നെ കൊറോഷൻ വളരെ പതുക്കെയായിരിക്കും. or partially there will be no rusting. ചിലപ്പോൾ എന്താണ്? റസ്റ്റിംഗിൽ ഉണ്ടാവുകയില്ല. വാട്ടർ കണ്ടന്റ് ഫ്രം ദ ടെസ്റ്റ് ട്യൂബ് is removed by quicklime as it is drying agent. വാട്ടർ കണ്ടന്റ് ആ ടെസ്റ്റ് ട്യൂബിന് എന്തായിട്ട് ക്വിക്ലൈം നമുക്ക് എന്തായിട്ട് മാറ്റാം? ഡ്രൈയിങ് ഏജന്റ്. removed by quicklime as it is a drying agent. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. 10th ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റീസൺ ഫോർ ദ ഫോളോയിങ്. 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട് താഴെ സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ഓരോന്നിന്റെ റീസണുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗോൾഡ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓർണമെന്റ്സ്. ഗോൾഡ് ആണ് എന്തിന്റെ? ഓർണമെന്റ്സിന്റെ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോഡിയം ആൻഡ് പൊട്ടാസ്യം മെറ്റൽസ് ആർ കെപ്റ്റ് ഇൻ കെറോസിൻ. സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ മെറ്റൽസ് നമുക്ക് കെറോസിനിൽ കെപ്റ്റ് ചെയ്യാനായിട്ട്, സൂക്ഷിക്കാനായിട്ട് സാധിക്കും. മെറ്റൽസ് ആർ കെപ്റ്റ് ഇൻ കെറോസിൻ.
3 pickles are not stored in metal vessel. pickles എവിടെന്തില് വെക്കാൻ പാടില്ല, മെറ്റൽ വെസൽസിൽ pickles അച്ചാറുകളൊന്നും സൂക്ഷിക്കാനായിട്ട് സാധിക്കരുത്. മെറ്റലിലുള്ള പാത്രങ്ങളിൽ അച്ചാറുകൾ സൂക്ഷിക്കരുത്. ഓരോന്നിന്റെയും റീസൺ നമുക്ക് നോക്കാം. ഇത് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗോൾഡ് ഡസ് നോട്ട് ലോസ് ഇറ്റ്സ് ഷൈൻ ആസ് ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ. ഗോൾഡിന്റെ എന്താണ് ഷൈന് എന്താണ് പെട്ടെന്ന് ലോസ്റ്റ് ആവില്ല. അതായത് ഗോൾഡിന്റെ തിളക്കം അറ്റ്മോസ്ഫിയർ എയറുമായിട്ട് റിയാക്ഷനിൽ വന്നാലും പെട്ടെന്ന് തന്നെ ആ തിളക്കം കുറയില്ല. ഗോൾഡ് ഡസ് നോട്ട് ലോസ് ഇറ്റ് ഷൈൻ ആസ് ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ. രണ്ടാമത്തെ ബി, ടു അവോയ്ഡ് ദ കോണ്ടാക്ട് വിത്ത് എയർ ആൻഡ് വാട്ടർ. എന്താണ് എയറും വാട്ടറും തമ്മിലുള്ള കോണ്ടാക്ട്, ടു അവോയ്ഡ് ദ കോണ്ടാക്ട് വിത്ത് എയർ ആൻഡ് വാട്ടർ. രണ്ടാമത്തേല് എന്താണ് എയറും വാട്ടറും ആയിട്ടുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു തന്നിരുന്നത്? രണ്ടാമത്തെ ഓപ്ഷൻ സോഡിയം ആൻഡ് പൊട്ടാസ്യം മെറ്റൽസ് ആർ കെപ്റ്റ് ഇൻ കെറോസിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടു അവോയ്ഡ് ദ കോണ്ടാക്ട് വിത്ത് എയർ ആൻഡ് വാട്ടർ, എയറും വാട്ടറും തമ്മിലുള്ള കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സി, ആസ് ദ ആസിഡ് കണ്ടന്റ് ഓഫ് പിക്കിൾസ് റിയാക്ട് വിത്ത് മെറ്റൽസ്. അതായത് അച്ചാറുകളിലുള്ള ആസിഡ് കണ്ടന്റ് മെറ്റലുമായിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. അപ്പൊ മെറ്റൽ വെസൽസ് വിൽ ബി ഡാമേജ്ഡ്. അങ്ങനെ മെറ്റൽ വെസൽ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ പിക്കിൾസ് മെറ്റൽ പാത്രങ്ങളിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിലെ ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ മെറ്റൽ പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഗോൾഡ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗോൾഡിന് എന്താണ് അറ്റ്മോസ്ഫിയർ എയറുമായിട്ട് റിയാക്റ്റിൽ വന്നാലും എന്താണ് അതിന്റെ ഷൈനസ് പെട്ടെന്ന് തന്നെ നഷ്ടം ആവുകയില്ല. അതുകൊണ്ടാണ് ഗോൾഡ് വെച്ചിട്ട് ഓർണമെന്റ്സ് പെട്ടെന്ന് നിർമ്മിക്കാൻ സാധിക്കുന്നത്, കൂടുതൽ നിർമ്മിക്കുന്നത്. രണ്ടാമത്തത് നമ്മള് എന്താണ് മറ്റേ കെറോസിനിൽ സൂക്ഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ടു അവോയ്ഡ് ദ കോണ്ടാക്ട് വിത്ത് എയർ ആൻഡ് വാട്ടർ, വാട്ടറും എയറുമായിട്ടുള്ള കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പിക്കിൾസ് മെറ്റൽ വെസൽസിൽ യൂസ് ചെയ്യാത്തത് അത് പിക്കിൾസിലെ അസിഡിക് കണ്ടന്റുകൾ മെറ്റലുമായിട്ട് റിയാക്ടറിൽ വന്ന് മെറ്റൽ വെസൽസ് ഡാമേജ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത്. ഇതൊരു ഷുവർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.